ഹലോ ഗൈസ്, ഞാൻ രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട്, എന്തിന് എന്നൊരു കമൻറ്റ് എനിക്ക് പലപ്പോഴും എൻ്റെ വീഡിയോസിന് താഴെയുള്ള കമൻറ്റുകളിൽ ഇടയ്ക്ക് വരാറുണ്ട്. ഇടയ്ക്കല്ല, രേണുസുധീനെ കുറിച്ചിട്ട് എന്ത് വീഡിയോ ചെയ്താലും ഇങ്ങനെ വരലുണ്ട്. നീ ആരാടാ, എന്തിനാ ഓളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ സംഗതി. ഞാൻ രേണുസുധീനെ പേടിച്ചിട്ടാണോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിനുള്ള കുറച്ച് കാരണങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ലോജിക്കലി കറക്റ്റാണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളൊരു സംഗതിയിലാണ്. അതിപ്പോൾ ഒരാളുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിലായിരിക്കരുത് നമ്മുടെ അഭിപ്രായം എന്ന് ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ലിവ് ആൻഡ് ലെറ്റ് അതേഴ്സ് ലിവ് എന്നൊരു സംഗതി. ഇപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്തു എന്നതുകൊണ്ട്, ഞാൻ രേണുസുധി തെറ്റ് ചെയ്തോ ശരി ചെയ്തോ എന്നല്ല കേട്ടോ ഇവിടെ പറഞ്ഞു വരുന്നത്. ഞാനൊരു കാര്യം പറയണം. ഒരാളൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അയാൾ തെറ്റ് ചെയ്തു എന്നത് നമുക്ക് തെറ്റായി തോന്നുന്നത് നമ്മൾ ശരി എന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കെതിരായി അയാൾ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നിയതുകൊണ്ടല്ലേ അല്ലേ? പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ ശരി എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങളില്ലേ, അത് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് തെറ്റായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും നമുക്കത് മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഈ രേണുസുധിയുടെ കാര്യമൊക്കെ വിടില്ല, നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ശരി എന്ന് 100 വട്ടം ഉറപ്പിച്ച് ചെയ്യുന്ന ഒരു കാര്യം വേറൊരാളുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ അത് തെറ്റായിരിക്കും അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ രേണുസുധിക്ക് ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ വേറെ ആളുകൾക്ക് അത് തെറ്റായിട്ട് തോന്നാം അല്ലേ? ഇതാണ് എൻ്റെ ഒരു പോയിൻ്റ്. പിന്നെ അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അവർക്ക് അവരുടേതായ ലോജിക്ക് ഉണ്ടായിരിക്കും. ശരി എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകൾക്ക് അവരുടേതായ ഒരു ലോജിക്ക് ഉണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ ആരും തന്നെ എല്ലാം തികഞ്ഞ 100% കറക്റ്റായിട്ടുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കറക്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇന്നിപ്പോൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നാളെ ചിലപ്പോൾ നമുക്ക് തെറ്റായിട്ടൊക്കെ തോന്നുമായിരിക്കും. നമ്മൾ എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളിലൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു സാധനം വെച്ചിട്ടുള്ള വാർത്തകളുണ്ട്. നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ രേണുസുധിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ രേണുസുധിയുടെ ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വീഡിയോസ്, അതായത് പ്രത്യേകിച്ച് യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വീഡിയോസ്, രേണുസുധിയുടെ ഇൻ്റർവ്യൂകളിൽ നിന്ന്, അതേപോലെ രേണുസുധിയുടെ ഇൻസ്റ്റഗ്രാം ആ ഒരു അക്കൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ രേണുസുധീനെ ടാഗ് ചെയ്തിട്ട് കൊളാബ് ചെയ്തിട്ട് ഇടുന്ന വീഡിയോസിൽ നിന്നൊക്കെ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് രേണുസുധി എന്ന വ്യക്തിയെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള ഈ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം കേട്ടോ. അലിൻ ജോസ് പെരേര ഡാൻസ് കളിച്ചൊരു കാര്യമുണ്ടല്ലോ, അതായത് കൊല്ലം സുധിയുടെ 2ാമത്തെ ആണ്ട് ആ ഓർമ്മ ദിവസം അലിൻ ജോസ് പെരേര ഡാൻസ് കളിക്കുന്നു. ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. തൊട്ടപ്പുറത്ത് നിന്ന് രേണുസുധി എന്ത് ചെയ്യുന്നു? രേണുസുധി വളരെ ഹാപ്പിയായിട്ട് കൈയടിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മളിതൊന്നും മനസ്സിലാക്കിയത് എന്താണ്, അല്ലെങ്കിൽ വലിയൊരു ശതമാനം ആളുകൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, കാണുന്നത് ഇതാണല്ലോ, കാഴ്ച ഇതാണ്, നമുക്ക് കിട്ടുന്ന വീഡിയോ ഇതാണ്. അപ്പം പല ആളുകളും, ഭൂരിഭാഗം തന്നെ പറയും, പല ആളുകളും അതെടുത്തത് കൊല്ലം സുധി, അതായത് ഭർത്താവിൻ്റെ ഓർമ്മ ദിവസം ഒരു ഭാര്യ വളരെ സന്തോഷത്തോടു കൂടി ഒരു വേട്ടാവളിയനെ കൊണ്ടുവന്ന് അവനെ ഡാൻസ് കളിക്കാൻ പ്രേരിപ്പിക്കുന്നു, അത് ആസ്വദിക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അങ്ങനെയുള്ളൊരു കാര്യമാണല്ലോ. ഇത് നമ്മൾ ഈ കാണുന്നതിന് ഒരു പിന്നാമ്പുറം ഒരു കഥ ഉണ്ടായിരിക്കും അല്ലേ? അതൊരു പക്ഷെ നമ്മൾ അറിയുന്നുണ്ടായിരിക്കില്ല, നമ്മൾ കാണുന്നില്ലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു വീഡിയോ വന്നത്, ഇപ്പോൾ നമ്മൾ ആരും തെറ്റ് പറയാമെന്ന് ഇത് പറ്റൂല അല്ലേ? നമ്മൾ കാണുന്നത് വെച്ചിട്ടാണ് നമ്മുടെ ഒരു അഭിപ്രായം ഉണ്ടാവുന്നത്, നമ്മുടെ തെറ്റും ശരിയും രൂപീകരിക്കപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ. ഓക്കെ, ഇവിടെ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ പലരും കണ്ടിട്ടില്ല ഒന്നും. ആ വീഡിയോയിൽ എനിക്ക് തുടക്കത്തിൽ സംശയം ഉണ്ടായിരുന്നു, ഇവരെന്താ ഈ ഓർമ്മ ദിവസം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ,
ചടങ്ങുകളൊക്കെ ഒരുപക്ഷെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. പിന്നെ എല്ലാവരും അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ കുറച്ച് നേരം ഏത് സമയം സങ്കടപ്പെട്ട ആളുകളിരിക്കും. പ്രത്യേകിച്ച് 2 വർഷമായില്ലേ. അപ്പോൾ അവർ കൂടുതലുള്ള ആളുകളുടെ ഒരു സന്തോഷത്തിൽ അവർ ഒരുപക്ഷെ കൂടുകയാണെങ്കിലോ എന്നുള്ള സാധനം അത് ഒരാൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെ സംഭവിച്ചാലും ഒരാൾ ഏത് സമയം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമാവില്ലേ. അപ്പോൾ അവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് അവർ സന്തോഷിക്കുന്നുണ്ടല്ലോ എന്നൊരു സംഗതി തോന്നാം നമുക്ക്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ കുട്ടികളെ നോക്കണം, ഒരു വയസ്സായ അച്ഛനും അമ്മേനെ നോക്കണം, അങ്ങനെ ഉത്തരവാദിത്തങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അവരിത്ര സോഷ്യൽ മീഡിയയിൽ നിന്ന് ബുള്ളിങ് നേരിട്ടിട്ടും അവർ എന്താ പറയുക കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് പോകുന്നു. അവരുടെ കോൺഫിഡൻസ് തകർന്നു പോകുന്ന നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ. പക്ഷേ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങനെയുള്ള വീഡിയോസൊന്നും കാണാനില്ല. രേണുസുതി തകർന്ന് ഇരിപ്പണായി നിൽക്കണതൊന്നും. അപ്പോൾ രേണുസുതി തകർന്ന് കാണാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ കാണാത്തൊരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കിട്ടാത്ത ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, പ്രതീഷിൻ്റെ കൊച്ചു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി അവിടെ എന്നിട്ട് പറയുന്നുണ്ട് മാമ ഒരു ഡാൻസ് കളിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊരു വീഡിയോ ഉണ്ട്, ഇത് പലരും കണ്ടിട്ടില്ല തോന്നുന്നു. അപ്പോൾ അലിൻ ജോസ് പെരേരയാണ് ചോദിക്കുന്നത്. അതേപോലെ അവിടെ ഒരു ഏതൊരു ഓൺലൈൻ മാധ്യമത്തിലെ ഒരാളുടെ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, അലിൻ ജോസ് പെരേര ഒരു ഡാൻസ് കളിക്കുമെന്ന്. അപ്പോൾ അലിൻ ജോസ് പെരേര ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങോട്ട് തുള്ളുകയാണ് അവൻ ചെയ്യണത്. ഓക്കെ, ഇതാണ് അവിടെ സംഗതി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ രേണുസുതി ഡാൻസ് കളിപ്പിച്ചതാണ് എന്നുള്ളൊരു സംഗതി അവിടെ പൊളിഞ്ഞു പോവുക. അപ്പോൾ രേണുസുതി അതിൽ പറയുന്ന വേറെ കാര്യമുണ്ട്, അലിനെ ഒന്ന് ഡാൻസ് കളിക്കട എന്നുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു ജസ്റ്റർ അവളുടെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട്, രേണുസുതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആലോചിക്കുന്നത് അതിൽ പറയുന്നുണ്ട്, രാവിലെ ഇൻ്റർവ്യൂവിൽ രേണുസുതി പറയുന്നുണ്ട് രാവിലെ നേരത്തെ 6 മണിയോ ഏകദേശം ടൈമിൽ എന്തോ ഇവരുടെ മറ്റേ പ്രാർത്ഥന മെഴുതിരി വെച്ചിട്ടുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, അത് ആ പരിപാടികളൊക്കെ കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇവരെല്ലാവരും അവിടെ വന്ന ആളുകളെല്ലാം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി രേണുസുതിയുടെ താമസിക്കുന്ന ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത്, അതെല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ് ഇവർ. അങ്ങനെ റിട്ടേൺ ആയിട്ട് പോകുന്ന സമയത്താണ് ഈ സംഗതി. അപ്പോൾ ആ സമയത്ത് നടക്കുന്നൊരു കാര്യം, എത്രയോ സമയം കഴിഞ്ഞിറങ്ങുന്നതിന് ശേഷം ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ സമയം കഴിഞ്ഞിറങ്ങും. ആ സമയത്ത് എല്ലാവരും എന്താ പറയുക അവിടുന്ന് പോകുന്ന സമയത്ത്, അതുപോലെ അന്ന് ആ ദിവസം അവരുടെ ഒരു ആൽബം റിലീസായിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആ ഒരു വൈബിലും കൂടി ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് എല്ലാവരുടെയും ഒരു സന്തോഷത്തിൽ അവർ പങ്കുചേർന്നു എന്നത് വലിയൊരു ക്രൂരതയായിട്ട് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഒരു പാർട്ട്ണർ മരിച്ചിട്ടുള്ളൊരവസ്ഥയിൽ, അല്ലെങ്കിൽ 2 കുട്ടികളെ നോക്കാവുന്ന അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആ ഒരു വിഷമോ അല്ലെങ്കിൽ ആ ഒരു വൈകാരികമായ തീവ്രത ഞാൻ അനുഭവിക്കാത്തതുകൊണ്ടോ എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ ആയിരിക്കും. അത് എൻ്റെ കഴിവുകേടായിട്ട് വേണമെങ്കിൽ എടുക്കാം, ഞാൻ അങ്ങനെ ആലോചിക്കലുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കണത്, അവരുടെ ജീവിതത്തിൽ കുറച്ച് കോൺഫിഡൻ്റായിട്ട് കുറച്ച് സമാധാനം കിട്ടുന്ന രീതിയിൽ ഹാപ്പി ആവാൻ അവരുടെ ആ ഒരു അന്തരീക്ഷം, അതായത് അവരെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉള്ള ആ ഒരു അന്തരീക്ഷം അവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഞാനതിൽ ഹാപ്പിയാണ്. എന്നുവെച്ചാൽ അവരവിടെ ഡാൻസ് കളിച്ചതിന് ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നല്ല അതിനർത്ഥം. അവർ ഹാപ്പി ആവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അല്ലാണ്ട് ഏത് സമയം ഒരു കരഞ്ഞ് ട്രോമ അനുഭവിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ ലെവലിൽ ജീവിതം തകർന്ന് വർക്കിന് പോകാനുള്ള മാനസികമായിട്ടുള്ളൊരു ധൈര്യം ഇല്ലാണ്ട്, ഇമോഷണലായിട്ടുള്ളൊരു സ്ട്രെങ്ത്ത് ഇല്ലാണ്ട്, ശക്തി ഇല്ലാണ്ട് തകർന്നരിപ്പണായിരിക്കണതാണോ നമുക്ക് കാണേണ്ടത്? അപ്പോൾ ഈ ഒരു ഡാൻസ് കളിയുടെ കാര്യത്തിൽ ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം, അതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഈ ഡാൻസ് കളിയുടെ ഈ ഒരു സംഗതി ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇതാണ് രേണുസുതിയുടെ അടുത്ത് കാര്യമായി ആളുകൾക്ക് ഒരു ദേഷ്യം തോന്നാൻ, വെറുപ്പ് തോന്നാൻ, ഒരു കല്ലുകടി തോന്നാനുള്ള ഒരു കാരണം, ഒരു ഇൻസിഡൻറ്റ് എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു ഇൻസിഡൻറ്റ് ഇതിൽ പറയുന്നത്, ഒന്ന് ഈ ഡാൻസ് കളി. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് ഞാൻ പറയുകയാണെങ്കിൽ, ഈ രേണുസുതി ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, നിയമപരമായിട്ട് ഞാൻ ആകെ ഒരു വിവാഹം കഴിച്ചുള്ളൂ, അത് കൊല്ലം സുധിയെ ആണ്. പക്ഷേ ഇത് ആളുകൾ ഈ ഒരു സംഗതിയിൽ കയറി പിടിച്ച്, അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അതുൽ വ്ളോഗ്സ്, ഞാൻ ഓനെ കുറ്റം പറയണതല്ല കേട്ടോ, അതുലോ അതുപോലെ ബിച്ചു അങ്ങനെ ഏതൊരു ചാനലിൽ ഇവർ ഒരുത്തി ആയിട്ടുള്ളൊരു വോയിസ് പ്ലേ ചെയ്തിരുന്നു. അതായത് അല്ല അത് വേറെ കൊല്ലം സുധിയുടെ വൈഫ്
സെക്കൻഡ് വൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി, അതായത് രേണുസുതി പറയണ്ട, സോറി ഇതിൽ വേറൊരു സാധനം കൂടി മുമ്പ് പറയണേ. കൊല്ലം സുധിയുടെ സെക്കൻഡ് വൈഫാണ് രേണു എന്ന് രേണു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ കൊല്ലം സുധിയുടെ സെക്കൻഡ് വൈഫ് ഞാനാണെന്ന് പറഞ്ഞിട്ട് വേറൊരു തീ കയറി വരുന്ന സംഭവം. അപ്പോൾ അതിൽ രേണുസുതി നുണ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ വളരെ അല്ലേ രേണുസുതിക്കെതിരെ കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ എനിക്കപ്പോഴും തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ രേണുസുതി അവിടെ നുണ പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് എൻ്റെ മൈൻഡിൽ തോന്നിയിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഈ വോയിസ് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നൊരു സംഗതിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിന്, ഒരു പക്ഷേ ഇവരുടെ ഒരു സുഹൃത്തിൻ്റെ തന്നെ വോയിസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ആ സുഹൃത്തിനോട് ഇങ്ങനെ പറയട്ടോ എന്ന് പറഞ്ഞിട്ട് വോയിസ് പ്ലേ ചെയ്താണെങ്കിലും, കാരണം എന്താ വെച്ചാൽ ആളുകളെ ഹുക്ക് ചെയ്യാൻ വേണ്ടി ഒരു സസ്പെൻസിൻ്റെ ഒരു എലമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് വ്ളോഗേഴ്സ് ശ്രമിക്കുന്നുണ്ട്. ആ വ്ളോഗേഴ്സിനെ ഞാൻ കുറ്റം പറയില്ല, സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഗോസിപ്പുകൾ പറഞ്ഞാൽ ആളുകൾ കാണാനും കേൾക്കാനുള്ളൂ. നല്ലത് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടൊക്കെ ഇത് കാണാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ആളുകൾക്ക് നെഗറ്റീവ് സാധനമാണ് വേണ്ടത്, നെഗറ്റീവ് ഷെയ്ഡാണ് വേണ്ടത്. ഒരു മിനിറ്റ്, പുറത്ത് നല്ല മഴ വേണ്ടിയിട്ട് ഞാൻ ജനലൊന്ന് അടച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അപ്പോൾ അയാൾ പേര് പറയുന്നില്ല. ഈ രണ്ടാമത്തെ ഭാര്യ രേണുസുതി അല്ല ഞാനാണ് എന്ന് അവകാശപ്പെടുന്ന അവർ പേര് പറയുന്നില്ലായിരുന്നു തുടക്കത്തിൽ ആ വീഡിയോയിൽ. അപ്പോൾ പേര് പറയാത്ത, മുഖം കാണിക്കാത്ത ഒരാളുടെ ആ ഒരു വോയിസ് എത്രത്തോളം, അവർ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് അപ്പോൾ കൂടുതലും വിശ്വസിക്കുന്നത് രേണുസുതിനെയാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അതാണ്, അതായത് ഇവരുടെ പേര് പറഞ്ഞ് എൻ്റെ ഐഡൻറ്റിറ്റി ഇതാണെന്ന് പറഞ്ഞ് കൂടുതൽ തെളിവുകളായിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ അവർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ രേണുസുതി പറഞ്ഞ നുണയാണെന്നുള്ള ലെവലിൽ നമ്മൾ എൻ്റെ ചിന്തയെ അങ്ങനെ പോയിരുന്നേനെ. ഓക്കെ, വേറൊരു കാര്യത്തിൽ വരുന്നത് ഇവരുടെ കൊല്ലം സുധിയായിട്ടുള്ള കല്യാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു പോയിൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നുണ്ടല്ലോ, നിയമപരമായിട്ടുള്ള ഇവരുടെ ആദ്യത്തെ വിവാഹം കൊല്ലം സുധിയായിട്ടായിരുന്നു എന്ന് രേണുസുതി പറയുന്നുണ്ട് അല്ലേ. എന്നിട്ട് ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്, അവിടെ കേട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന സാധനം, നിയമപരമായിട്ടുള്ള ഇവരുടെ ആദ്യത്തെ വിവാഹം കൊല്ലം സുധിയുമായിട്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോഴേക്ക് വേറൊരു വീഡിയോ വരലുണ്ടായി, മറ്റേ പാസ്റ്റർ ബിനുവിനെ പൊക്കി പിടിച്ചോണ്ട്. അത് ആരോ ഒരു കമൻ്റ് ഇട്ടത്, മറ്റേ അവൻ്റെ പേരെന്താ, വിവി ഹിയർ തപ്പി പിടിച്ചോണ്ട് വന്ന ഓൺ ഡിറ്റക്റ്റീവ് ആണല്ലോ. അതായത് പാസ്റ്റർ ബിനു എന്നു പേരുള്ള ഒരുത്തൻ, അയാളായിരുന്നു രേണുസുധിയുടെ ആദ്യ ഭർത്താവ്. എന്നിട്ട് അതിൽ കൊല്ലം സുധീനെ എന്താണ് സെഡ്യൂസ് ചെയ്തിട്ട് കല്യാണം കഴിച്ചാണെന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി. അപ്പോൾ അതൊരു ആദ്യത്തെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ് കൊല്ലം സുധിയായിട്ട് അടുത്തത് എന്നുള്ള രീതിയിൽ അതൊരു വേറൊരു സംഗതിയായിട്ട് ആ സാധനത്തിന് മാറ്റി. ഒരു അവിഹിതത്തിൻ്റെ ടച്ച് വരണ ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഞാൻ ആലോചിച്ച്, ഈ പാസ്റ്റർ ബിനു രംഗത്ത് വന്നിട്ടില്ല. എൻ്റെ ഭാര്യയായിരുന്നു രേണുസുധി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. ഓക്കെ, ആളുകളിങ്ങനെ പറയുന്നുണ്ടാവും. ഇപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, പല ആളുകളും ഞാൻ പാസ്റ്റർ ബിനു ആണെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പാസ്റ്റർ ബിനുവിൻ്റെ അടുത്ത വീട്ടിലെ ആളാണെന്ന് പറഞ്ഞ ആളുകളിങ്ങനെ പല കമൻറ്റ് ഇടണമൊക്കെ ചെയ്യുന്നുണ്ടോ. ഇതൊക്കെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാനാവും? അപ്പോൾ അപ്പോഴും അത് വിശ്വാസയോഗ്യമല്ലാത്തൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അപ്പോഴും അതെന്ന് വെച്ചാൽ അത് മുഴുവനായിട്ട് ആ ഒരു ക്ലെയിമിനെ, അവകാശത്തെ തള്ളിക്കളയുന്നു എന്നല്ല. നമ്മൾ അപ്പോഴും എന്ന് വെച്ചാൽ ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല, അതാണ് ഒരു കാര്യം. ഓക്കെ, ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾ വൈകാരികമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം പോടാ പൊല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും, തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങളത് മാറ്റി വെച്ച് ന്യൂട്രലായിട്ട് ഈ സാധനത്തിനെ സമീപിക്കുമ്പോൾ അത് അങ്ങനെ കുറച്ചുകൂടിയൊക്കെ ഞാൻ പറയുന്നതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലാവും എന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഒരു വേറെ കാര്യം, എന്ന് കരുതി എൻ്റെ ചിന്ത മാത്രം ശരിയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കങ്ങനെയാണ് തോന്നിയത്, എനിക്കതിന് മാത്രമുള്ള ബുദ്ധിയുള്ളൂ, അങ്ങനെ എടുത്താൽ മതി, അങ്ങനെ എടുക്കാം. അപ്പോൾ ഇങ്ങനൊരു സാധനം. പിന്നെ അതിൽ മുഴച്ചു നിന്നിരുന്ന ഒരു സംഗതി ഇങ്ങനെയായിരുന്നു, അതായത് ഇപ്പോൾ രേണുസുധി ആദ്യ ഭർത്താവ് പാസ്റ്റർ ബിനു ആണ് വിചാരിക്കുക. രേണുസുധിയുടെ ആദ്യത്തെ ഭർത്താവ് പാസ്റ്റർ ബിനു ആണ് എന്ന് ആളുകൾ അപ്പണ്ട് ധരിക്കുകയാണ്, അവരോട് ഉറപ്പിക്കുകയാണ് രേണുസുധിയുടെ ആദ്യത്തെ ഭർത്താവ് പാസ്റ്റർ ബിനു ആണ്. അപ്പോൾ ഇവള് പറഞ്ഞ നുണയാണ്, ഇവൾ ഇതിനു മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇവളുടെ രണ്ടാമത്തെ കല്യാണമാണ് കൊല്ലം സുധിയായിട്ടുള്ളത്, അതിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റാണ് പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് എന്ന ആളുകൾക്കൊരു ഇതങ്ങനെ വരുന്നുണ്ടായിരിക്കും. പക്ഷെ അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ ഇത് തോന്നി, ആദ്യം ഇവളിപ്പോൾ കല്യാണം കഴിച്ചിരുന്നു എന്നൊരു ഡൗട്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ചെറുതായിട്ട് തോന്നിയിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിച്ച സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ
അതായത് പലരും പറഞ്ഞ സാധനമായിരുന്നു, മറ്റോൻ്റെ കൂടെ ഇവള് ജീവിച്ചിട്ട് പിന്നെ അവനെ തേച്ചിട്ട് ഇവൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അതിൽ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളൊക്കെ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ മനുഷ്യർക്കും പ്രണയം ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ കണ്ടവരെ മൊത്തം പ്രേമിച്ചടക്കുക, വേറെ കിട്ടുക എന്നല്ലട്ട ഞാൻ ഉദ്ദേശിച്ചു, വേറെ കിട്ടുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചു. നമ്മൾ ഈ വളർന്നു വരുന്ന ഇപ്പോൾ സ്കൂൾ ടൈം മുതൽ അല്ലെങ്കിൽ ചെറിയ പ്രായം മുതൽ നമ്മൾ മരണം വരെ ഉള്ള ഒരു ടൈമിൽ ആരോടെങ്കിലൊക്കെ നമുക്ക് പ്രണയം തോന്നിയിട്ടുണ്ടായിരിക്കും. ഈ പ്രണയിക്കുന്ന ആളുകൾ തന്നെ നിയമപരമായിട്ട് കല്യാണം കഴിക്കണമെന്നുണ്ടോ? അത് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ പാർട്ട്ണർ മരിച്ചത് കൊണ്ടോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ മരിച്ചത് കൊണ്ടോ, വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടോ, വല്ല അസുഖങ്ങൾ വരുന്നത് കൊണ്ടോ, സാമ്പത്തികമായിട്ട് സെറ്റാവാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയും വന്നിരിക്കാം. അതായത് നിയമപരമായി കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കാം. രേണുസുധിക്കും ഒരുപക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലോ, ഇവരുടെ ആദ്യത്തെ ഭർത്താവ് എന്ന് ആളുകൾ അവകാശപ്പെടുന്ന ഇയാളുമായിട്ട് നിയമപരമല്ലാത്ത ഒരു വിവാഹ ജീവിതമായിരുന്നു എന്ന് തന്നെ വയ്ക്കാം. അപ്പോൾ രേണുസുധി പറഞ്ഞ ടെക്നിക്കലി കറക്റ്റ് അല്ലേ? അവരുടെ ആദ്യത്തെ വിവാഹം ആരുമായിട്ടായിരിക്കും? കൊല്ലം സുധിയുമായിട്ടായിരിക്കും. അപ്പോഴും അവരുടെ പോയിൻ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോഴും അവർ പറയണത് ലോജിക്കലി കറക്റ്റാണ്. അപ്പോൾ അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു തന്നെ വയ്ക്കുക, അത് അയാളുടെ പേര് ഈ ബിനു എന്ന് തന്നെ ആയിരുന്നു തന്നെ വയ്ക്കുക. പക്ഷേ അപ്പോഴും രേണുസുധി പറഞ്ഞ നിയമപരമായിട്ട് ആദ്യമായിട്ട് വിവാഹം കഴിച്ച് കൊല്ലം സുധിയാണെന്ന് പറയുമ്പോൾ, മറ്റേ ഈ ബിനു ആയിട്ടോ ആരോ ആയിട്ടായിക്കോട്ടെ അവരെ ഇഷ്ടമായിരുന്നെങ്കിലോ, ഇപ്പോൾ അവരുടെ കുറച്ച് ദിവസം താമസിച്ചു എന്ന് തന്നെ വിചാരിക്കുക, ജീവിച്ചു എന്ന് വിചാരിക്കുക, അപ്പോൾ നിയമപരമായിട്ടൊരു വിവാഹം കഴിച്ചില്ലെങ്കിൽ, അതായത് രേണുസുധിയിൽ പറയുന്നുണ്ട്, ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, താലി കെട്ടുക, നിയമപരമായിട്ട് കല്യാണം കഴിക്കുക, ഇതൊക്കെ ആകെ ചെയ്തിട്ടുള്ളത് കൊല്ലം സുധിയോടാണ്. അതാണ് ആദ്യത്തെ നിയമപരമായ വിവാഹം എന്ന്. അപ്പോൾ അവർ പറയുന്നത് കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത് വേറൊരു പോയിൻ്റ്. പിന്നെ വേറൊരു പോയിൻ്റ് ആളുകൾ പറയുന്നത്, രേണുസുധിക്കെതിരെ പറഞ്ഞ്, അഹങ്കാരം കണ്ടില്ലേ, അവൾ എന്താണ് അവൾ അങ്ങനെ സംസാരിക്കുന്നത്, അവളുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ, പിന്നെ കുറേ ബോഡി ഷെയിം ചെയ്യും, അതും സാധനമൊക്കെ. അതേപോലെ തന്നെ ഇതിൽ എനിക്ക് പറയുള്ള കാര്യം, അതായത് അവളുടെ മുഖത്ത് സങ്കടമൊന്നുമില്ല എന്നൊക്കെ പലരും പറയുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇമോഷണലി അപ്പോൾ അവർക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്ന് കൊല്ലം സുധി പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ ചെറുപ്പകാലത്ത് ഒരുപാട് ട്രോമ അനുഭവിച്ച് പോകുന്നുണ്ട്. അവർ ഇപ്പോൾ പറയേണ്ട ഒരു സ്ഥലത്ത് അവർ ഞാറലാംകുഴി കുഴി അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് അവർ ജീവിച്ചിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു കാലിച്ച് ജീവിതത്തിൽ ഒരുപാട് ദുരിതം അനുഭവിച്ച ആളുകൾക്ക്, ഒരുപാട് ടോർച്ചർ അനുഭവിച്ച ആളുകൾക്ക്, ഇമോഷണലായിട്ടുള്ള വേദന അനുഭവിച്ച ആളുകൾക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഒന്നും മുഖത്ത് വരണമെന്നോ കണ്ണുകളിൽ കാണണമെന്നോ ഇല്ല. ഈ കരഞ്ഞ് തളർന്ന ഒരാൾക്ക് പിന്നീട് ചിലപ്പോൾ അത് എന്തെങ്കിലും കഴിയുമ്പോൾ പെട്ടെന്ന് കരച്ചിൽ വരണമെന്നില്ല, വന്നാലും ചിലപ്പോൾ അത് ഉള്ളിലേക്ക് മൊത്തം വെച്ചിട്ട് പുറത്ത് കാണുന്നത് വേറൊരു രീതിയിലുള്ളൊരു സംഗതിയായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് അയാളുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് ആൾക്ക് അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ലോജിക്കുള്ളത്? അത് അനുഭവ സമ്പത്ത് കുറഞ്ഞിട്ടുള്ള ആളുകൾ മാത്രമാണ് ആ ഒരു ധൈര്യത്തെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷനെ അഹങ്കാരമായിട്ട് എടുക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചെറിയ ഒരു അനുഭവങ്ങളിൽ നിന്ന്, എൻ്റെ ഒരു ചെറിയൊരു മനസ്സിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇതിനോട് എതിർക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാൾ, ഒരു സൈക്കോളജിസ്റ്റിനോടോ അല്ലെങ്കിൽ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ഒരു ടീച്ചറോട് ചോദിച്ചാൽ മനസ്സിലാവും. അംഗനവാടിയിൽ, സ്കൂളിലെ അല്ലെങ്കിൽ കോളേജുകളിലോ ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട്, അധ്യാപകരോട് സംസാരിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള കുട്ടികൾ എല്ലാവരും ഒരേപോലെയാണോ വൈകാരികമായ കാര്യങ്ങളോട് പ്രതികരിക്കുക എന്നൊന്ന് ഓർത്താൽ നമുക്കിത് പിടികിട്ടും. ചില ആളുകളിൽ ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റും. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ ഒരു ചെറിയ കുട്ടീനെ മുമ്പ് കണ്ടിരുന്നത്, എൻ്റെ ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ കണ്ടിരുന്നത്, ആ പയ്യൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ ഈ പറയുന്ന എക്സ്പ്രഷൻ്റെ ഒരു കാര്യം വെച്ചിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ കള്ളു കുടിച്ച് വന്നിട്ട് അവൻ്റെ അമ്മേനെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു അത്രേ. അവൻ പറഞ്ഞതാണ് കേട്ടോ. അവൻ്റെ കുറേ ടീച്ചേഴ്സിനോട് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനാണ് ഞാൻ പങ്കുവെക്കുന്നത്. അവൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ കള്ളു കുടിച്ച് വന്നിട്ട് രാത്രി സമയത്ത് ഇങ്ങനെ ബഹളം കൂട്ടുന്നത്, ഛർദ്ദിക്കുന്നത്, ഭക്ഷണം എടുത്ത് വലിച്ചെറിയുന്നതൊക്കെ ഈ പയ്യന് ചെറിയ മനസ്സ് മുതൽ വളരെ വലിയ അരക്ഷിതാവസ്ഥയാണ് ഉണ്ടാക്കിയിരുന്നത്. ഇവൻ്റെ ഒരുപാട് നരകിച്ചിട്ടുണ്ട് ആ പയ്യൻ. ഇവനാണ് ആ അച്ഛൻ ഛർദ്ദിച്ചിട്ടുള്ള ആ സംഗതിയൊക്കെ എടുത്ത് കളഞ്ഞിരുന്നു, വൃത്തിയാക്കിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മേനെ കഴുത്ത് പിടിച്ച് പോക്കിയിട്ട് ചുമരിനോട് ചേർത്തിയിട്ട് ഇങ്ങനെ പൊക്കുത്ര. അമ്മ ഉയരം കുറവത്ര, അപ്പം അമ്മേനെ കാലുകൾ നിലത്തുനിന്ന് ഇങ്ങനെ പൊന്തുത്രേ.
അത്രയും പൊക്കിയിട്ട് അമ്മയ്ക്ക് ശ്വാസം കിട്ടാണ്ട് നിലവിളിക്കാൻ പോലും ശബ്ദമില്ലാത്ത രീതിയിൽ ഇതൊക്കെ ഇപ്പം ഞെട്ടി എണീക്കുന്നു രാത്രി 12-1 മണിക്ക്. അപ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. അവൻ്റെ മുഖത്ത് നിഷ്കളങ്കമായ ചിരിയൊന്നും, അല്ലെങ്കിൽ ചിരി തന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല. കാരണം അവന് പേടിയായിരുന്നു സമൂഹത്തിനുണ്ടായിരുന്നു, സമൂഹത്തിന് മൊത്തം പേടിയായിരുന്നു. അപ്പോൾ അവങ്ങനെ അന്തം വിട്ടുള്ള ഒരവസ്ഥയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം നോക്കിയാൽ മറ്റുള്ള കുട്ടികൾ പ്രതികരിക്കുന്ന പോലെ, മറ്റുള്ള കുട്ടികളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ പോലെ അവൻ്റെ മുഖത്ത് ഉണ്ടാവണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? അപ്പോൾ അവൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യത്തെ എക്സ്പ്രസ് ചെയ്യുന്ന അവൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ വേറൊരു രീതിയിലാണ് വന്നിരുന്നത്. അവൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് വേറെ രീതിയിലായിരുന്നു, അവൻ്റെ ഒരു മാനറിസം ഇതൊക്കെ വേറെ രീതിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരേപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കണം, ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കണം, അവരുടെ പെരുമാറ്റ രീതി ഒരുപോലെ ആവണമെന്നൊക്കെ നമുക്ക് ചാടി പിടിക്കാൻ പറ്റുമോ? നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അതൊന്ന്. അപ്പോൾ രേണുസുതി ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾ എന്ന നിലയിൽ, അല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. രേണുസുതിന് മാത്രം പൊക്കിവിടില്ല, ഇവിടെ രേണുസുതി എന്ന വിഷയം വന്നതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ രേണുസുതി എക്സ്പ്രസ് ചെയ്യുന്ന ഇത്രയും സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ് നേരിടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് കുറേ ഉത്തരവാദിത്തമുണ്ട്. വീട്ടുകാരെ നോക്കുകയൊക്കെ വേണ്ടേ? അതുപോലെ ഭർത്താവ് മരിച്ചു, അവരെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഈ സമൂഹത്തിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ അവർ ഇങ്ങനെയുള്ള നെഗറ്റീവ് അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന സമയത്ത്, ഇത്രയും എതിർപ്പ് വരുന്ന സമയത്ത് അവർ ഈ സോഫ്റ്റ് ഇമോഷൻസൊക്കെ പുറത്ത് കാണിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തൻ്റെടി അല്ലാത്ത രീതിയിൽ ജീവിച്ച് കാണിക്കണം, അവരിങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, അവരുടെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് ചാടി പിടിക്കാൻ പറ്റും. ജീവിതത്തിൽ ട്രോമ അനുഭവിച്ച ആളുകളായിട്ട് ഇടപഴകുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളോട് സംസാരിച്ച് നമുക്കത് മനസ്സിലാവുണ്ടായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, സൈക്കോളജിസ്റ്റിനോട് ഒക്കെ സംസാരിച്ച് മനസ്സിലാവും ഇല്ലേ? ഇപ്പോൾ അവർ പറയുന്നുണ്ട്, ഇപ്പോൾ പലരും ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അവർക്കത് ട്രോമയായിരിക്കും. പിന്നെ അവർ ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കേണ്ട, ഒറ്റയ്ക്കിരുന്ന് കരയുണ്ടായിരിക്കും. പെട്ടെന്ന് ചിലവർക്കത് ബൈപ്പോളർ ലെവലിലാവും. രേണു മാനസിക രോഗിയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്, അവർ ഡിപ്രഷൻ അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട്, എന്താ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആടുന്ന അഹങ്കാരമാണെന്നൊക്കെ. അതൊക്കെ അഹങ്കാരമായിട്ട് എടുക്കാൻ പറ്റുമോ? പലരും പല രീതിയിലാണ് പെരുമാറുന്നുണ്ടായിരിക്കുക. അതൊന്ന്. പിന്നെ വേറൊരു സംഗതി പറഞ്ഞത് ഇങ്ങനെയാണ്, എന്താ അവളുടെ ഡ്രസ്സിങ് കണ്ടില്ലേ, അവൾക്ക് അഭിനയിക്കാൻ അറിയില്ല, അവൾ മോന്ത കൂർപ്പിക്കണം കണ്ടില്ലേ, അങ്ങനെ കുറേ സാധനം. ഇതൊക്കെ ബോഡി ഷെയ്മിങ് അല്ലേ? അവരുടെ മേഖല എന്ന് പറയുന്നത് ആക്ടിങ് ആണ്. അപ്പോൾ അവർക്ക് അഭിനയിക്കാൻ നല്ല കഴിവുണ്ടോ ഇല്ലേ എന്നല്ല, അവർക്ക് പറ്റണ രീതിയിൽ, അവർക്കൊരു കുടുംബം നോക്കാവുന്ന രീതിയിൽ, അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള മേഖലയിൽ അവരൊരു കാര്യം ചെയ്യുമ്പോൾ ആ മേഖല ഡിമാൻഡ് ചെയ്യുന്ന ചില രീതികളുണ്ടായിരിക്കും ഇല്ലേ? അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിക്കുന്നു, അപ്പോൾ അവർ വയറ് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ചെയ്യുന്നുണ്ട്. ആ മല്ലു റാപ്പറൊക്കെ ഇങ്ങനെ കാണിക്കാൻ സാധിക്കും. മല്ലു റാപ്പറിൻ്റെ വീഡിയോസൊക്കെ കോമഡിയൊക്കെ നമ്മൾ കാര്യമായിട്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ചില സംഗതികൾ എന്താ വെച്ചാൽ ആളുകൾ മൊത്തം രേണുസുതിക്കെതിരാണ് എന്നുള്ള ഒരു തോന്നലിൽ നിന്നുകൊണ്ട് തോന്നണം. രേണുസുതിനെ വല്ലാത്ത രീതിയിൽ വൾഗറായിട്ട് ചിത്രീകരിക്കുന്ന വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ചെറിയ കാര്യം പറഞ്ഞു കേട്ടോ. ഈ രേണുസുതി ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ വേറെ കാര്യം പറഞ്ഞിട്ട്, ഇപ്പോൾ ആർ ജെ അഞ്ജലി മറ്റേ മെഹന്തി ഇടുന്നതിനെ കുറിച്ച് ആ വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് മോശമാണെന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും പ്രതികരിച്ചാണ്. അങ്ങനെ പറഞ്ഞത് പ്രശ്നമാണ്. അത് ആ വാക്കിനേക്കാൾ കൂടുതൽ നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, അത് മറ്റേ ആളുടെ അവരുടെ ജോലിയെ, അവരൊരു വ്യക്തിത്വത്തെ ബാധിക്കും, മെഹന്തി ആർട്ടിസ്റ്റിൻ്റെ അല്ലേ, അവർക്കതൊരു ട്രോമയായി മാറുമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ ഇതേ ആളുകൾ എത്ര പേര് പ്രതികരിച്ചിട്ടുണ്ട്? എപ്പോന്നറിയോ? ഈ ആർ ജെ അഞ്ജലീനെ ഇൻസ്റ്റഗ്രാമിൽ എന്തോ മെസ്സേജ് ഉള്ള ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു, വോയിസ് ഇട്ടിട്ടുള്ളത്. അയാൾ വോയിസിൽ എന്താ പറഞ്ഞത്, നിനക്ക് മൈലാഞ്ചി ഇട്ട് തരണോ, ഞാൻ അങ്ങനെ ഇട്ട് തരാം, അങ്ങനെ കൊണ്ട് വളരെ സെക്ഷുവലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു വോയിസ് ഇട്ടിരുന്നത്. ഇത് എടുത്ത് പ്രതികരിച്ച എത്ര ടീംസ് ഉണ്ട്? വളരെ കുറച്ച് പേരേ ഉള്ളൂ, വിരലിൽ ഇങ്ങനെ എണ്ണാം. ഞാൻ ഒരാളെ എന്തോ കണ്ടിട്ടുള്ളൂ, മൂപ്പൻസ് വ്ളോഗ്സ്. അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ, എല്ലാവരും ആർ ജെ അഞ്ജലിക്കെതിരെ തിരിയുന്നു എന്ന് അറിഞ്ഞപ്പം ചില ഞരമ്പന്മാർക്ക് അല്ലെങ്കിൽ ഞരമ്പികൾക്ക് തോന്നുകയാണ് എന്തും പറയാമെന്ന്. ഇവരതിനേക്കാൾ വലിയ വയലൻസ് അല്ലേ അവരോട് ചെയ്യുന്ന ആർ ജെ അഞ്ജലി അവരോടൊരു വയലൻസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വൃത്തികേടുത്തരം കാണിച്ചു അല്ലെങ്കിൽ പറഞ്ഞു എന്നുള്ള സംഗതിയേക്കാൾ വലിയ വൃത്തികേടുത്തരല്ലേ ആ ചെങ്ങായി പേഴ്സണലി അവരോട് ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു വോയിസ് ഇട്ടതിലോടുകൂടി, പേഴ്സണൽ മെസ്സേജോടുകൂടി. പക്ഷേ അതിനാരും ഭൂരിഭാഗം പേരും കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടു എന്ന് അടിച്ചില്ല. കാരണം എന്താ, നമ്മളങ്ങനെ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു സമൂഹത്തിലെ എല്ലാവരും ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, കുറ്റപ്പെടുത്തപ്പെടുന്ന ആളെ
എന്തു ചെയ്യാം അല്ലെങ്കിൽ എന്തു പറയാം എന്നുള്ളൊരു തോന്നൽ ചിലവരുടെ ഉള്ളിലെങ്കിലും ഉണ്ട് തോന്നണം. അതുകൊണ്ട് തന്നെയായിരിക്കും അലിൻ ജോസ് പെരേര കോമാളിത്തരം കാണിക്കണം, അവനവിടെ പോയി ഡാൻസ് കളിച്ചു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയണ ശരിയാണ്. അങ്ങനെ ഡാൻസ് കളിച്ചു, അത് വളരെ പക്വതയില്ലാത്തൊരു സംഗതിയായിരുന്നു, വളുപ്പത്തരായിരുന്നു, അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ അലിൻ ജോസ് പെരേരനെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഇപ്പോൾ ഒരു KSRTC സ്റ്റാൻഡിൽ ഒരു ചെങ്ങായി പച്ചയ്ക്ക് തെറി വിളിക്കണ വീഡിയോ ഉണ്ട്. എത്ര ആളുകൾ അതിനെ ട്രോളായിട്ട് മാത്രം എടുത്തത്. ഒരാളിങ്ങനെയുള്ള പോങ്ങത്തരം കാണിക്കുകയാണ് വിചാരിക്കുക, അപ്പോൾ അലിൻ ജോസ് പെരേര വളുപ്പത്തരാണ് കാണിച്ചത് എന്ന് കരുതിയിട്ട് പബ്ലിക്കായിട്ട് KSRTC സ്റ്റാൻഡിൽ നിന്നിട്ട് ഒരു ചെങ്ങായി അയാളുടെ വീഡിയോ എടുത്തിട്ട് അവന് പച്ച തെറി വിളിക്കണ വീഡിയോ എടുക്കുക. എത്ര ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ചു? അതെന്താ അലിൻ ജോസ് പെരേരയ്ക്ക് ഇവിടെ അവകാശങ്ങളൊന്നുമില്ലേ? ഒരാളങ്ങനെ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ വൃത്തികേട് തരം കാണിച്ചു തന്നുകൊണ്ട് അയാൾക്കുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയാണോ ചെയ്യുക? അയാളോട് ആർക്കും എന്ത് കുതിര കയറാന്ന്? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചിന്ത പോകുന്നത്. ഓക്കെ, കാരണം ഇവർ എല്ലാവരും മനുഷ്യരല്ലേ, ഞാനും നിങ്ങളും അലിൻ ജോസ് പെരേരയും രേണുസുതി എല്ലാവരും മനുഷ്യരാണ് അല്ലേ? പിന്നെ ഇതിൽ വേറൊരു കാര്യം, ഇവിടെ അവർ മോശത്തരം കാണിച്ചു, എന്താ അവൾ കണ്ടില്ല ചെക്കന്മാരെ കെട്ടിപ്പിടിക്കണമെന്നൊക്കെ. നമ്മൾ ഈ ആണുങ്ങളെ കെട്ടിപ്പിടിക്കണ വീഡിയോസ് കണ്ടത് കൊണ്ടല്ലേ നമുക്ക് തോന്നുന്നത് രേണുസുതി ആണുങ്ങളെ മാത്രമേ കെട്ടിപ്പിടിക്കണുള്ളൂ എന്ന്. അതായത് ഇത് മറ്റ് പലരും ഇടുന്ന വീഡിയോസാണ് നമ്മൾ കാണുന്നത്. രേണുസുതി ഇടുന്ന വീഡിയോസുണ്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വീഡിയോസിൽ മൊത്തം ആണുങ്ങളെ കെട്ടിപ്പിടിക്കണതാണെന്ന് വിചാരിച്ചിട്ട് ഇവർ കെട്ടിപ്പിടിക്കുന്ന മൊത്തം ആണുങ്ങളെയാണ്, ഇവള് അങ്ങനെയുള്ള സ്വഭാവകാരിയാണ് നമ്മളാണ് ചിന്തിക്കുകയാണ്. പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കണത് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അത്ര റീച്ച് കിട്ടൂല എന്നുള്ളതുകൊണ്ടായിരിക്കും ആണുങ്ങളെ കെട്ടിപ്പിടിക്കണത് അവർ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ നമ്മളെന്താ വിചാരിക്കണത്, ഇവിടെ ആണുങ്ങളെ മാത്രം കെട്ടിപ്പിടിക്കാൻ വേണ്ടി നടക്കുകയാണെന്ന്. അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം, ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ പറയില്ലേ ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പലരും ഇങ്ങനെ വന്ന് പറയുന്നുണ്ടായിരിക്കും, അതായത് ഇവൾക്ക് ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകാൻ പോയിക്കോട്ടെ എന്നാലും തന്നെ കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ടീംസ് ഉണ്ട്. അതേപോലെ എന്ത് ജോലി ചെയ്യണമെന്ന് അവരല്ലേ തീരുമാനിക്കണത്. ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുന്നതിൽ ആർക്കാണ് ഇവിടെ എതിർപ്പ്? അവർ വൾഗറായിട്ട് അവർ ചെയ്ത് എന്താ കാര്യമുള്ളത്? ഇനിയിപ്പോൾ അഥവാ വൾഗറായിട്ട് അവരെന്തെങ്കിലും ചെയ്യുകയാണ് വിചാരിക്കും, അപ്പോൾ നേവൽ എക്സ്പോസ് ചെയ്തിട്ടോ വയറ് കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇവിടെ സണ്ണി ലിയോണിനെ സപ്പോർട്ട് ചെയ്ത് തലേ കയറ്റി വെക്കുന്ന ടീംസാണ് ഇവിടെ ഉള്ളത്. അവരേതെങ്കിലും കഞ്ചാവ് കേസിൽ പ്രതിയാണോ ഈ പറയുന്ന രേണുസുതി? ആണോ? അല്ലെങ്കിൽ ഏതെങ്കിലും കൊലപാതകം ചെയ്ത ആളാണോ? അറ്റ്ലീസ്റ്റ് ഒരു പോൺ ഫിലിമിൽ പോലും അവർ അഭിനയിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സാമൂഹികമായിട്ടുള്ളൊരു ഭ്രഷ്ട അവർക്ക് വരുന്നു എനിക്ക് പലപ്പോഴും മനസ്സിലാവില്ല. ഇവിടെ പോൺ ഫിലിമിൽ അഭിനയിച്ച ആളുകൾ തന്നെ ഇവിടുത്തെ സെലിബ്രിറ്റികളാണ് അല്ലേ? എന്താണ് കഷ്ടം. പിന്നെ ഇതിലെ വേറൊരു സംഗതിയായിരുന്നു, ആ കുട്ടികളുടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ബാഗ് വാങ്ങാൻ കാശില്ല എന്ന് പറയുന്നു, അത് ഫുൾ ആക്ടിങ് ആണ് എന്ന്. അവരെ കയ്യിൽ ആ സമയത്ത് കാശില്ല എന്നുള്ളത് ആക്ടിങ് ആണെന്ന് എങ്ങനെ നമ്മളാണ് തീരുമാനിച്ച്? അതായത് ഇവിടെ അഭിനയിക്കാൻ പോകണ്ടല്ലോ, ഇത്രയും കാശ് കിട്ടുന്നില്ലേ, പിന്നെ എന്താ കുട്ടികൾക്ക് ബാഗ് വാങ്ങാൻ പൈസ ഇല്ലേന്ന്? ഇതിന് നമുക്ക് ഓരോന്നായി നോക്കട്ടെ. ഇതിന് തന്നെ 2-3 തരത്തിൽ നമുക്ക് നോക്കണം. അതായത് ഇപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇവർ ഈ ആൽബത്തിൽ അഭിനയിക്കുമ്പോൾ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമ്പോൾ 5000-6000 ആ റേഞ്ചിലാണ് പൈസ വാങ്ങുന്നത് എന്ന് പറഞ്ഞു അല്ലേ? ഈ 5000-6000 വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസത്തിൽ ഇത്ര ഷൂട്ടിംഗ് ഉണ്ടെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല, കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ഒരു മാസം ഇവർക്കൊരു 40,000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 10-30,000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കാം. ഞാൻ ഏകദേശം പറയണത് എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറയണ എമൗണ്ട് കുറഞ്ഞു പോയി ഇതിലേക്ക് കൂടുതൽ ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല. ചിലപ്പോൾ 50,000 1 ലക്ഷം ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഒരു കാര്യത്തിലേക്ക് അവരുടെ വീട്ടിൽ അവരുടെ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റൂല, അങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞു. വയസ്സായിരുന്നു. അത് അമ്മ ഉണ്ട്, അമ്മേനെ നോക്കണം. മക്കളുണ്ട്, 2 മക്കളുണ്ട്, 2 പേരും പഠിക്കണവരാണ് അല്ലേ? ഒരാൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം, ഒരാൾ കോളേജിൽ എന്തോ ആനിമേഷൻ എന്തോ കോഴ്സ് പഠിക്കുകയാണെന്ന് എന്തോ പറഞ്ഞു അല്ലേ? അതുപോലെ രേണുസുതി ജോലിക്ക് പോകുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ, വസ്ത്രം വാങ്ങണ്ടേ, അവരുടേതായ കാര്യങ്ങൾ നോക്കണ്ടേ, വീട്ടുകാരെ നോക്കണ്ടേ, മരുന്ന് വാങ്ങണ്ടേ, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണ്ടേ, വേണ്ടേ? നമുക്കറിയാം എന്താണ്, എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ തന്നെ ഒരു 500 രൂപയെങ്കിലും നമ്മൾ വെക്കൂലേ? യാത്രാ ചിലവിന് പൈസ വേണ്ടേ? ബസ്സിൽ പോവുകയാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ട്രെയിനിൽ പോവുകയാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് പോയി വിചാരിക്കുക,
നമുക്ക് കാര്യം അറിയണതല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഒരു പിറന്നാളിന് പോകുമ്പോൾ എന്തെങ്കിലും നമ്മളവിടെ കൊടുക്കൂലേ. ഇതിനൊക്കെ കാശ് വേണ്ടേ. ഇനിയിപ്പോൾ അവർക്കൊരു ചിട്ടി ഉണ്ട് വിചാരിക്കുക. ഒരു ചിട്ടി ഒരു മാസം 2000 രൂപ അല്ലെങ്കിൽ ഒരു 5000 രൂപ അല്ലെങ്കിൽ KSF എന്തെങ്കിലും KSF എന്തെങ്കിലും ഒരു ഇതുണ്ട് കുറിയുണ്ട് വിചാരിക്കുക. ഇതിനൊക്കെ മാസം കാശ് വേണ്ടേ. ഇപ്പോൾ അവരുടെ വീട്ടിൽ വണ്ടി ഉണ്ട് വിചാരിക്കുക. വണ്ടിയിൽ എണ്ണ അടിക്കണ്ടേ, വീട്ടിൽ പച്ചക്കറി വാങ്ങണ്ടേ, അരി വാങ്ങണ്ടേ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളില്ല. ഇതിനൊക്കെ കാശ് വേണ്ടേ. കാശില്ലാണ്ട് എന്താ ചെയ്യുക. നമുക്കറിയാവുന്നതാണ് ഒരു മാസം ഈ ബില്ലുകൾ സെറ്റിൽ ചെയ്തിട്ട് അങ്ങനെ കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റൽ കേസ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു പോയി പാട്ടായിട്ടേക്കാളും തിരിയുമ്പോഴേ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഇവരുടെ കയ്യിൽ ഇപ്പോൾ ആ സമയത്ത് ഒരു 50,000 രൂപ ഒരു മാസം ഉണ്ട് കിട്ടുന്നുണ്ട് തന്നെ വിചാരിക്കുക. ആ സമയത്ത് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവരുടെ കയ്യിൽ കാശുണ്ടാവണമെന്നില്ല. ഞാൻ കൃത്യമായിട്ട് ആളുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ, അത് പ്രശ്നമാവും. ഞാൻ കാര്യം പറഞ്ഞില്ല. ഒരാളൊരു ലൈവിൽ പറയുന്നതാണ്, ഇന്ന് ലൈവ് കത്തിക്കുന്ന ആളുകളിൽ ഒരാളാണ്. അവർ പറഞ്ഞാണ് അവർക്ക് ഒരുപാട് കാശ് കിട്ടുന്നുണ്ട്, പക്ഷേ കുട്ടികളുടെ സ്കൂൾ തുറക്കാരായി സ്കൂൾ ഫീസ് അത് ഇതെന്നൊക്കെ വല്ലാണ്ട് കാശാവും. 1 ലക്ഷം വരും, 1.5 ലക്ഷമൊക്കെ ചിലപ്പോൾ പോകും എന്നൊക്കെ പറയും. 1.5 ലക്ഷം 2 കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ ഫീസും അതും ഇതൊക്കെ ആയിട്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാവും. ഞാനത് മോശമായിട്ട് പറയണമെന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും ലക്ഷക്കണക്കിന് കാശുണ്ടാക്കണ ആളുകളും ഇങ്ങനെ പറയുകയാണ് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നല്ല കാശ് വേണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രൂപമല്ലേ ഇവിടെ. അതുമല്ല ഇവർക്ക് ഈ സമയത്ത് ഹോസ്പിറ്റൽ കേസ് വന്ന് അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ അച്ഛനും അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിട്ടി കാശ് അടയ്ക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെൻറ്റില്ല അല്ലേ, അവർ ആ വീട്ടിൽ താമസിക്കണം, അപ്പോൾ കുഴപ്പമില്ല, അതിൻ്റെ പൈസ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പച്ചക്കറി കടയിൽ ഇപ്പോൾ ഒരു 5000 രൂപ കൊടുക്കേണ്ടി വരുന്നു വിചാരിക്കുക. കൊടുക്കുക ചിലപ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ കയ്യിൽ കാശുണ്ടായില്ലായിരിക്കും. അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു വിചാരിക്കുക, അവർ ചിലപ്പോൾ ഒരു 10,000 രൂപ തിരിച്ചു കൊടുത്തിരുന്നു വിചാരിക്കാം. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുക, രേണുസുതിക്ക് തന്നെയായിട്ട് ചിന്തിച്ച് പോകണ്ട. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കണതല്ലേ. നമ്മുടെ സുഹൃത്ത് ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസായിട്ട് ഒരു 10,000 രൂപ കൊണ്ട് വെച്ച് നമ്മൾ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ ഉണ്ടായില്ലായിരിക്കും, അത് ചിലപ്പോൾ ആ സമയത്ത് തിരിച്ച് കിട്ടിയിട്ടില്ലായിരിക്കും, ചിലപ്പോൾ സമയത്ത് പൈസ ഇല്ലായിരിക്കും അല്ലേ. ഇവരിപ്പോൾ ആരെങ്കിലും ഒരു പൈസ സഹായം ചോദിച്ചാൽ തന്നെ ചിലപ്പോൾ അത് വൻ വിവാദമായിരിക്കും. രേണുസുതി പൈസ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമായിരിക്കും. കാരണം അവരൊന്നിപ്പോൾ ഒരു ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാൾ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചാൽ മതി ആളുകൾക്ക് അല്ലേ. ഞാൻ നിങ്ങളെ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ എന്നെ തെറി വിളിക്കുമ്പോൾ ഒരു കാര്യതായി വിചാരിക്കണം. നിങ്ങൾ ഈ തെറി വിളിക്കണേ കൊണ്ടല്ല, ഞാൻ തെറി വിളിക്കണേ കൊണ്ട് പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്ന പോയിൻ്റ് എൻ്റെ ഒരു ചിന്തയിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കൈ നീട്ടിയാൽ സ്വീകരിക്കും. പക്ഷെ നിങ്ങൾ ചുമ്മാ പോടാ എന്ത് വർത്താനാണ് പറയുമ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോഴും വിഷമാണത്. സംഗതി ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് സാധനം. ഇവിടെ എനിക്ക് തോന്നുന്നത് രേണുസുതിയോടും നിങ്ങളിങ്ങനെ ആളുകൾ പേഴ്സണലി വല്ലാണ്ട് വിമർശിക്കുമ്പോൾ രേണുസുതി മോശക്കാരിയാണെന്ന് പറയുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ വിചാരിക്കുന്ന ലോജിക്കിൽ പ്രതികരിക്കാൻ പറ്റണമെന്നില്ല. നമ്മളില്ലേ എല്ലാവരും കൂടി നമ്മളെ കൊണ്ട് വളഞ്ഞിട്ടൊരു വീട്ടിൻ്റെ ഉള്ളിൽ ആക്രമിക്കുക വിചാരിക്കുക, നമ്മളെ കുറ്റപ്പെടുത്തുക. നമ്മൾ ചിലപ്പോൾ സമയത്ത് അലറി വിളിക്കും, ദേഷ്യപ്പെടും, മൈരയെന്നും പറയണ്ടാവില്ലേ. ഇത് ചോദിച്ചു മറ്റവൾ മൈരയെന്ന് വിളിച്ചു, അവൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, അഹങ്കാരം എന്നൊക്കെ പറഞ്ഞുള്ള അവസ്ഥ എന്താ. എനിക്കത് ഇങ്ങനെയൊക്കെയാണ് ഇത് തോന്നണത് രേണുസുതിയുടെ കാര്യത്തിൽ. അപ്പോൾ രേണുസുതിക്ക് ഞാൻ പറഞ്ഞു, രേണുസുതിക്ക് ആ സമയത്ത് കയ്യിൽ പൈസ ഇല്ലായിരുന്നെങ്കിലോ. അപ്പോൾ അവരിത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തു. അവരുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലതും ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നുണ്ടല്ലോ. അവരിങ്ങനെ കുട്ടികളെ ഇങ്ങനെ ഒരു സംഭവമാണ്, പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ ഒരാൾ സഹായിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു നന്ദി സൂചകമായിട്ടൊരു തിരിച്ചൊരു വീഡിയോ ചെയ്ത് അങ്ങനെ സിമ്പിളായിട്ട് എടുത്തോടെ. അവരാ നന്ദി പ്രകടിപ്പിച്ചു. അതിനെ മറ്റേ ആളെ ആ തട്ടിപ്പുകാരനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ചെയ്താണ്, അപ്പോൾ തട്ടിപ്പുകാരനായിട്ട് ഇവളുടെ അച്ഛൻ എന്തോ കൈക്കാരനായിരുന്നു എന്നോ അവർ തമ്മിൽ എന്തോ ഇതുണ്ടെന്നോ, അയാളുടെ നിന്ന് പലിശയ്ക്ക് കാശ് വാങ്ങിയിട്ട് പലിശയ്ക്ക് കൊടുക്കേണ്ട, അങ്ങനെയാണ് അച്ഛൻ ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. എന്താണ് പോണ പോക്ക് കണ്ടില്ലേ. അപ്പോൾ ഇവരിത് പബ്ലിക്കായിട്ട് എന്ത് പറഞ്ഞാലും അത് എങ്ങനെയെങ്കിലൊക്കെ ഉണ്ട് അസ്യൂം ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ഒരു കൊനിഷ്ഠ സാധനത്തിലാക്കി മാറ്റാൻ ഇവിടെ ആളുകളുണ്ട്. അതുൽ വ്ളോഗ്സിനെ പോലെയുള്ള ടീംസ് ഇവിടെ ഉണ്ട്. എന്താ ബിറ്റു സ്ട്രോക്കാ അങ്ങനെ എന്തോ ടീംസ്. അവർ കംപ്ലീറ്റ് മോശമാണെന്നല്ല പറഞ്ഞു. രേണുസുതിയുടെ വിഷയത്തിൽ അവർ വല്ലാണ്ട് ക്രൂരന്മാരാവണുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവരുടെ വീട്ടിൽ ഒരാൾക്ക് ഇങ്ങനെ വരുമ്പോഴേ അവസ്ഥയിൽ നിങ്ങൾ ഇത്ര വെച്ചോക്കി, ഈ അതുലിനെ എല്ലാവരും കൂടിയാണ് വിമർശിച്ചു വിചാരിക്കുക, സോഷ്യൽ മീഡിയ ബുള്ളിങ് വന്നു വിചാരിക്കുക, കൊല്ലം സുധീനെ കൊന്നതാര് തീർത്തതാര് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്താനവൻ. അവൻ്റെ വീഡിയോസ് നോക്കി ഞങ്ങൾ മനസ്സിലാവും സംഗതികൾ. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും സംഭവം. പക്ഷേ ഇത് കുറച്ച് ക്രൂരമല്ലേ. അതന്നെ കൊല്ലം സുധീനെ കൊന്നതാണ് രേണുസുധീൻ്റെ രീതിയിൽ എത്രയോ വീഡിയോസ് ഉണ്ട്. അതിൽ മാത്രം ചെയ്തു അങ്ങനെയല്ലാട്ടോ പറയുന്നത്. അതുലിൻ്റെ ഒരു ക്യാപ്ഷൻ അങ്ങനെയായിരുന്നു അവൻ്റെ ഇതിൽ, കൊല്ലം സുധിയെ തീർത്തതാര് എന്നൊക്കെ. അതുപോലെ രേണുസുധി എന്തോ കൊല്ലം സുധീനെ കൊല്ലാൻ നോക്കിയതാണെന്നുള്ള രീതിയിൽ അങ്ങനെ എന്തൊക്കെ കുറേ വീഡിയോസും കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ എത്ര ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ പറഞ്ഞത് വളരെ ക്രൂരമായിരിക്കും. നിങ്ങളുടെ ഭർത്താവ് മരിച്ചു വിചാരിക്കാം. ഭർത്താവ് മരിച്ച് നമ്മളാ സങ്കടത്തിലിരിക്കുന്ന സമയത്ത് ഉള്ളിൽ ആ വിഷമമൊക്കെ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും കരഞ്ഞ് സങ്കടപ്പെട്ടിട്ടാണെങ്കിൽ ഇരിക്കണ്ടാവുക, കരഞ്ഞ് വെള്ളം വെച്ചിട്ട് എൻ്റെ കെട്ടിയും പോയേ വേണ്ടി ജീവിക്കണ്ടേ, മുന്നോട്ട് ജീവിക്കണ്ടേ,
ആരും ഒന്നും നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ല വിചാരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഇത് നമ്മൾ കൊല്ലം സുധീനെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, ഒന്നും ഉണ്ടാക്കി വെച്ചില്ല പറഞ്ഞിട്ട് അങ്ങനെയല്ല പറയുന്നത്. ജീവിതമല്ലേ, പല കാരണങ്ങളുണ്ടായിരിക്കും. എന്താവട്ടെ, അവിടെ ഞാൻ പറഞ്ഞ രേണുസുധിയിലേക്ക് വരാം, ബാക്കി ആളുകൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളെ കെട്ടിയവനെ കൊന്നു എന്നൊക്കെ പറഞ്ഞുള്ള അവസ്ഥ എന്താ? അതിവിടെ രേണുസുധി പറയുന്നുണ്ട്, കൊല്ലം സുധി അല്ല വണ്ടി ഓടിച്ചിരുന്നത്, ഒരു സുഹൃത്തായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് രേണുസുധി കൊല്ലം സുധീനെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് മനഃപൂർവ്വം ഫോൺ വിളിക്കണതിൽ അവൻ്റെ ശ്രദ്ധ മാറിയിട്ട് വണ്ടി കൊണ്ട് ചാർത്തിയതാണെന്നൊക്കെ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തവരുണ്ട്. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇത് എനിക്ക് വളരെ ക്രൂരമായിട്ട് തോന്നി. എന്താ ഇങ്ങനെയൊക്കെ പറയണത്? എന്നിട്ട് രേണുസുധി ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ICUവിൽ ചേട്ടൻ പറഞ്ഞ ഇവിടെ കൊല്ലം സുധി ICUവിൽ കിടക്കുന്ന സമയത്ത് ഞാൻ പോയി സംസാരിച്ചു വിചാരിക്കും. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് കൊല്ലം സുധി മരിച്ചിരുന്നതെങ്കിൽ ഞാനാണ് കൊന്നിരുന്നതെന്ന് ഇവരങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നേനെന്ന് ഇപ്പം തന്നെ ഉറപ്പിച്ച് പറയണ പോലെ വീഡിയോ ചെയ്യണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അവസ്ഥ ആലോചിച്ചു, അത് എത്രത്തോളം ക്രൂരമാണ് ആലോചിച്ചൊക്കെ. വൈകാരികമായിട്ടുള്ള ഒരു അക്രമമല്ലേ ആളുകൾ അവരുടെ വികാരങ്ങളോടും അവരുടെ ഒരു ഫീലിങ്സിനോടും അവരുടെ ഒരു വ്യക്തിത്വത്തോടും കാണിക്കണം. അതിക്രൂരമായ ഒരു സംഗതിയല്ലേ യുവമാരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഞാൻ കൂട്ട് നിൽക്കൂല. ഇപ്പോൾ കുറേ ഗോസിപ്പുകളും അതും ഇതും നമ്മുടെ സംശയങ്ങളൊക്കെ പറയും. പക്ഷെ ഇത് ഒരാളെ കൊന്നതാണെന്ന് തീർത്തിട്ട് നമ്മൾ വിധി എഴുതിയ രീതിയിൽ ഇത് ചെയ്യുന്നതൊക്കെ വളരെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തത് പിന്നെ പറയുന്ന വേറൊരു സംഗതിയായിരുന്നു, വേറൊരു ആരോപണമായിരുന്നു, രേണുസുധിയുടെ അച്ഛൻ കൊല്ലം സുധിയെ കൊന്നതാണെന്നൊക്കെ. അപ്പോൾ അതിൽ രേണുസുധി ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അന്ന് അച്ഛന് വയ്യാണ്ട് ഹോസ്പിറ്റൽ കേസ് എന്തായിട്ട് അവിടെ കിടക്കുകയായിരുന്നു, ഇയാളാണ് എന്നിട്ട് കൊന്നു എന്ന് പറയുന്നത് കൊല്ലം സുധീനെ. എന്ത് അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇവർ സംസാരിക്കുന്നത്? പിന്നെ ഇപ്പോൾ പുതിയൊരു സംഭവം വന്നുണ്ട്, വീണ രണ്ടാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന വീണ അല്ലേ, രണ്ടാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന വീണ അല്ല, ആദ്യത്തെ ഭാര്യ മരിച്ചു എന്നല്ലേ പറയുന്നത്, അവർ ആത്മഹത്യ ചെയ്തു എന്നല്ലേ പറയുന്നത് കൊല്ലം സുധിയിലെ. രണ്ടാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന വീണ വന്നിട്ട് ഇത്രയും വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കായിട്ട് രേണുസുധീനെ തല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തോട്ടാ അവരങ്ങനെ പറയണു? ഒരാളെ പബ്ലിക്കായിട്ടൊക്കെ തല്ലാൻ പറ്റുമോ? തല്ലാൻ പാടുണ്ടോ? ഇനിയിപ്പോൾ അവർ ഇത്രത്തോളം ഇപ്പോൾ ആദ്യം പേര് പറഞ്ഞില്ല, മുഖം കാണിച്ചില്ല, ഇപ്പോൾ പേര് പറഞ്ഞ് അങ്ങനെ പേര് പറഞ്ഞുള്ള ഒരാൾ, ഞാൻ ആലോചിക്കാതെ ഇത്രയും ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചാനലുകാർ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവൂലേ. ഇൻ്റർവ്യൂ ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഇത്രത്തോളം പറയാച്ചെന്നാൽ പിന്നെ അതാണ് പറഞ്ഞൂടെ. അപ്പോൾ അതായത് അവർ പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ മാരേജ് ആയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിച്ച് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വേണ്ട ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം കൂടി വേറെ രീതിയിൽ എടുക്കാം. ഏതെങ്കിലും ഒരു മീഡിയ വന്നിട്ട്, അല്ലെങ്കിൽ ഇതിലെ അതുലിനെ ഒരു മോഡറേറ്ററൊക്കെ ആങ്കറൊക്കെ അവനാണല്ലോ അതിൽ വലിയ ശുഷ്കാന്തി, കാര്യങ്ങൾ അറിയാം, ഡിറ്റക്റ്റീവ്, ഇവന് അങ്ങനെയുള്ള വിവിഹിയറിന് എല്ലാവരും 2-3 ചേർക്കുക. എന്നിട്ട് ഒരു സൈഡ് വീണ, ഒരു സൈഡ് പാസ്റ്റർ ബിനു എന്ന് പറയുന്ന വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ അറിയില്ല, ഉണ്ടെങ്കിൽ അത് വീണ, പാസ്റ്റർ ബിനു, രേണുസുധി, ഇവർ 3 പേരും, ഈ 3 പേര് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് വിസ്താരം ചെയ്യാൻ വേണ്ടിയിട്ട് അതുലിനെയും കൊണ്ടുവരിക, വിവീനെയും കൊണ്ടുവരിക, അങ്ങനെയുള്ള കുറച്ച് ടീംസിനെ കൊണ്ടുവരിക. അങ്ങനെ ഒരു പരിപാടി എന്തുകൊണ്ട് ഇവർക്ക് ചെയ്തുകൂടാ? എനിക്ക് പലപ്പോഴും തോന്നിയില്ലാണ്. എന്നിട്ട് ഇവർക്ക് തോന്നണ കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ഇങ്ങനെ പറയുക, ക്ലാരിഫൈ ചെയ്യുക. പക്ഷെ എന്തായാലും എന്തും മോശമാണില്ല ആ സാധനം അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചൊക്കെ. അല്ല ഇവരിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും, എന്താ ചെയ്യുക? പിന്നെ ഇതിൽ പറയുന്ന വേറൊരു സാധനമാണ്, ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് രേണുസുധി കോപ്രായം കാണിക്കുകയാണെന്ന്. ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെ ചെയ്യാണ്, കോപ്രായം കാണിക്കുക. ഒന്നാമത് ഈ കോപ്രായം കാണിക്കാന്നുള്ളത് എന്തുദ്ദേശിച്ച് മനസ്സിലായില്ല. അവർ ജീവിക്കട്ടെ, ഒരാൾ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? അപ്പോൾ ഉപദ്രവിക്കുന്നുണ്ട് പറഞ്ഞിട്ട് വീണാസുധീനെ ഉപദ്രവിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത്, അത് വീണാസുധി തന്നെ ഒന്ന് പറയട്ടെ എന്താണ് കാര്യം. അത് അവർ തമ്മിൽ നമുക്ക് അറിയാത്ത കാര്യത്തിനെ വെച്ച് നമുക്ക് അങ്ങനെ കൂടുതൽ പറയാനും പറ്റില്ല. ഞാനിവിടെ പറഞ്ഞത് ബിഗ് ബോസിന് വേണ്ടി, അതാണ് പറയുന്നത്. ബിഗ് ബോസിന് വേണ്ടി അവരെ ചെയ്യുന്നു പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താ പ്രശ്നം? ബിഗ് ബോസിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം മൊത്തം മാറൂലേ? നമുക്കറിയാവുന്നതാണ്. ബിഗ് ബോസിൽ ആളുകൾ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതമൊക്കെ വല്ലാണ്ട് മാറും. പുറത്ത് നെഗറ്റീവുള്ളവർ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടാവും പുറത്തിറങ്ങുന്നുണ്ടാവുക, പുറത്ത് പോസിറ്റീവായ ആളുകൾ ഉള്ളിൽ കയറി ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ എന്താ ഇപ്പോൾ രേണുസുധിയുടെ കാര്യത്തിൽ സംഭവിക്കണം എന്താ എനിക്കറിയില്ല. എന്തായാലും രേണുസുധി ബിഗ് ബോസിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. രേണുസുധി മാത്രമൊന്നുമല്ല കേട്ടോ, അലിൻ ജോസ് പെരേര വരട്ടെ, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ രേണുസുധി, അലിൻ ജോസ് പെരേര, പിന്നെ പറയുന്നത് റോഹൻ, ആങ്കറില്ലേ റോഹൻ, അതേപോലെ പിന്നെ വീണ, രണ്ടാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന വീണ, പിന്നെ ആരൊക്കെ, ഷഫീന താത്ത,
ഷാജിദ ഷാജി, പിന്നെ ആറാട്ടണ്ണൻ, പിന്നെ ആരൊക്കെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരട്ടെ, എല്ലാവരും വരട്ടെ. ബിഗ് ബോസ് അല്ലേ, ബിഗ് ബോസ് അവർക്ക് വേണ്ടത് ഇങ്ങനെ അസ്ല, പിന്നെ ആരൊക്കെ പറ്റ വീട്ടിൽ പ്രശ്നേഷ്, രോഹിത്ത് അല്ലേ, രോഹിത്തിൻ്റെ പെങ്ങൾ, എല്ലാവരും വരട്ടെ. അവർക്ക് എന്താ പറയാനുള്ളത്, അവർക്ക് എന്താ ചെയ്യാനുള്ളത് നോക്കട്ടെ, അവർക്ക് എന്തൊക്കെ ഗെയിമാണ് കളിക്കുള്ളത്, എങ്ങനെ കളിക്കുള്ളത്, എങ്ങനെ അവർ കാര്യങ്ങളോട് ഇടപഴകുന്നു എന്നൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ എന്തായാലും ഈ സീസണിൽ ബിഗ് ബോസ് അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നണ കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്കങ്ങനെ ഇത് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരാളെ മുഴുവനായിട്ട് ആൾ മോശമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളും അടിപൊളിയാണോ എന്ന് സ്വയം ഒന്ന് ആലോചിക്കണ്ടേ. ഞാൻ എന്തായാലും അടിപൊളിയല്ല കേട്ടോ. നമ്മളതിൽ നന്മയുണ്ട്, ചില സമയത്ത് തിന്മയുണ്ട്, അതേപോലെ ചില സമയത്ത് നമ്മൾ നല്ലതെന്ന് വിചാരിച്ചിരിക്കുന്ന സാധനങ്ങൾ മറ്റുള്ളവർക്ക് അത് മോശമായിട്ടാവും തോന്നുന്നുണ്ടായിരിക്കാം. ചിലത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സാധനങ്ങളായിരിക്കും. വേറൊരാൾ അത് എന്നോട് ചെയ്തില്ലേ, അപ്പോൾ സമയത്ത് അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറയും. നമ്മളൊരു പക്ഷേ അത് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ വെച്ച് ചെയ്തൊന്നും ആയിരിക്കില്ല അല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കൂലേ, സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ആളുകൾ നമ്മളെ ഉപദ്രവിക്കും, ഒറ്റപ്പെടുത്തും, ഇല്ലേ. പിന്നെ അതേപോലെ തന്നെ വേറെ ചില ആളുകളുണ്ട്, അവരവരേതായ അവരല്ല, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ, നമ്മുടേതായ പേഴ്സണലായിട്ടുള്ള കുറേ മുൻവിധികളുണ്ടായിരിക്കും. നമ്മുടെ ചില ചീത്ത അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ, അല്ലെങ്കിൽ വേറെ ചില അനുഭവങ്ങളിൽ നമ്മൾ ഇതിങ്ങനെയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കും മറ്റുള്ളവരുടെ പ്രവൃത്തികളെയും അവരുടെ എക്സ്പ്രഷനെയും അവരിടപെടുന്ന രീതിനെയൊക്കെ നമ്മൾ അളക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കും അതങ്ങനെ കണ്ടറിയാം കള്ളത്തര കാണിക്കണമെന്നൊക്കെ, ആൾ മോശമാണെന്നൊക്കെ ചിലപ്പോൾ നമ്മളാണ് വിലയിരുത്തും. അങ്ങനെ ആയിക്കോട്ടെ രേണുസുധിയുടെ കാര്യങ്ങളിൽ. എന്തായാലും എനിക്കിങ്ങനെയൊക്കെയാണ് ഗൈസ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ വേറെ വീഡിയോയിൽ നമുക്ക് കാണാം. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്, അതായത് രേണുസുധിനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ചുരുക്കം ആളുകളെ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിലൊരാളാണ് ലെവൽ പറയുന്നില്ല കേട്ടോ. നമുക്ക് ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ തോന്നിയാൽ തീർച്ചയായും നമ്മളത് സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഇത്രയേ ഉള്ളൂ, ഒരാളെ വലിയ രീതിയിൽ പീഡിപ്പിക്കുക പറഞ്ഞാൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അവരെ ഇമോഷണലായിട്ടൊക്കെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണല്ലോ. പിന്നെ ഇതിൻ്റെ വേറെ കാര്യമുണ്ട്, നമ്മൾ പോസിറ്റീവായിട്ട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആളുകൾക്ക് കാണാനും കേൾക്കാനും ആഗ്രഹമില്ല. നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് കാണാനും കേൾക്കാനും ഭയങ്കര സന്തോഷമാണ്. എന്താ ചെയ്യുക, നമ്മൾ അങ്ങനെ സമൂഹത്തിലാണ് ജീവിക്കുന്നത് അല്ലേ. അതിപ്പോൾ ആരും കുറ്റം വേണ്ടെന്ന് അല്ലാതെ അങ്ങനെയാണ് അല്ലേ. എന്താ ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം, സന്തോഷ് പണ്ഡിറ്റില്ലേ. സന്തോഷ് പണ്ഡിറ്റിനെ ഒരു സമയത്ത് സന്തോഷ് പണ്ഡിറ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ അലിൻ ജോസ് പെരേരയുടെ കാര്യത്തിലേക്ക് പെട്ടെന്ന് സന്തോഷ് പണ്ഡിറ്റായിട്ടൊരു കമ്പാരിസൺ തോന്നലുണ്ട്. രണ്ട് ലെവലിലാണ് കേട്ടോ. ഒരാളെ പോലെ ആവില്ലല്ലോ വേറൊരാൾ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവില്ല. എന്നാലും ഞാനൊരു പോയിന്റ് വെച്ചിട്ടാണ് പറയുന്നത്, ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് നേരിട്ടുള്ള ഒരാളായിരുന്നു സന്തോഷ് പണ്ഡിറ്റ്. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിനെ എങ്ങനെ മറ്റുള്ളവർ കാണുന്നത്? ഇതേപോലെ രേണുസുധീനെ കുറിച്ചിട്ട് ആളുകൾക്കുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അലിൻ ജോസ് പെരേരയോടുള്ള ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ടായിരിക്കാം. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ നന്മയുള്ളവരാണ്, നമ്മൾ മാറി ചിന്തിക്കും. നമുക്ക് ചില സമയത്ത് നമ്മൾ അവരനുഭവിച്ച പോലെയുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ എന്തെങ്കിലും പെട്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോയതുകൊണ്ടായിരിക്കും അവരന്ന് അങ്ങനെ പ്രതികരിച്ചില്ലേ എന്നൊരു പക്ഷെ നമുക്ക് തോന്നാം. ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ നമ്മൾ കഥകളും കവിതകളും നോവലുകളും അതേപോലെ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ കരയണത്. നമ്മളൊരു കഥാപാത്രത്തെ വേറൊരാൾ ഒറ്റപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ അവർ മരിക്കുമ്പോഴൊക്കെ നമ്മൾ കരയണത് സങ്കടപ്പെടുന്നതൊക്കെ ഇങ്ങനെയല്ലേ. എമ്പതി, സഹാനുഭൂതി, ദയ, ഇതൊക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി പറഞ്ഞത് കൊളായി തീരും. അപ്പോൾ ഞാൻ പറഞ്ഞതിനെ സംഭവത്തിലേ ഉള്ളൂ. നമ്മൾ ആളെ പേടിച്ചിട്ടാണോ രേണുസുധീനെ സപ്പോർട്ട് ചെയ്യണത്, അല്ലെങ്കിൽ രേണുസുധിയെ പോലെ വൃത്തികെട്ട മനസ്സാണോ നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ ഇങ്ങനെ വരലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചു മാത്രം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. വേറെ വീഡിയോയിൽ കാണാം. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്. ഓക്കെ, ബൈ.